ഹലോ ട്രേഡേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് സ്റ്റഡി ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. അതായത് 1% ഓഫ് ട്രേഡേഴ്സ് മാത്രമേ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൂ. 100 പേര് ട്രേഡ് എടുക്കുന്നതിൽ ഒരാൾ മാത്രമാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് സെബിയുടെ കണക്ക് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ 1%ൽ ട്രേഡറിൽ ഒരാളാകാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എൻ്റെ ലൈഫിൽ നടന്ന ഒരു സംഭവമാണ്. ഞാൻ എൻ്റെ റിയൽ ടൈം പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യുന്നതാണ്. അതായത് എൻ്റെ ട്രേഡിംഗ് ചാനലിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് പോകുന്ന വീഡിയോയുടെ ഇടയിൽ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇത്രയൊക്കെയാണ്. അതായത് 1% കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ്, പിന്നെ മൈൻഡ് സെറ്റിൻ്റെ കാര്യം, ഡെയിലി റൂട്ടീൻ, ഡിസിപ്ലിൻ, ഇമോഷണൽ കൺട്രോൾ, റിസ്ക് മാനേജ്മെൻറ്റ്, ജേണൽ എഴുതുന്നതും, അതേപോലെ തന്നെ ഒരു 30 ഡേ ചാലഞ്ചസ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഈ 1% എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ 100-ൽ ഒരാൾ മാത്രമാണ് ട്രേഡിംഗ് കാരണം പ്രോഫിറ്റബിൾ ആകുന്നത്. അതായത് ഓപ്ഷൻ ബൈയിങ്ങിൽ. ഓപ്ഷൻ സെല്ലിങ്ങിൽ പിന്നെയും അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയിട്ട് കുറേ പേര് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഓപ്ഷൻ ബൈയിങ്ങിൽ 1% ട്രേഡേഴ്സ് മാത്രമാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്. അത് പ്രോഫിറ്റബിൾ ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. 1-2 ദിവസം ഹ്യൂജ് പ്രോഫിറ്റും 2-3 ദിവസം ഹ്യൂജ് ലോസും നേടുന്നവരല്ല. അതല്ലാണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ 1%ൽ. ഈ 1% എന്ന് പറയുന്നത് തന്നെ അവരെ ഉദ്ദേശിച്ചിട്ടാണ്. ഇതിൽ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് പോലെ തന്നെ ഫ്ലാഷി പ്രോഫിറ്റ്, അതായത് പെട്ടെന്നുണ്ടാകുന്ന പ്രോഫിറ്റോ വലിയൊരു പ്രോഫിറ്റ് ജസ്റ്റ് 1 ഡേ 2 ഡേ അങ്ങനത്തെ പ്രോഫിറ്റ് അല്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് റിസ്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ ഈ 1% ട്രേഡേഴ്സിൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു നല്ലൊരു പ്രോസസ്സ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം, റൂൾ ഉണ്ടായിരിക്കണം. എന്താണ് നിങ്ങൾ ആ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എപ്പോൾ ട്രേഡ് ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ലോങ്വിറ്റി, അതായത് നല്ലൊരു ടൈം ഓഫ് പീരീഡിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റബിൾ ആയിരിക്കണം. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യണ്ട എന്ന് അറിഞ്ഞിരിക്കണം. അതായത് ചില ദിവസങ്ങളിൽ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ദിവസമുണ്ട്, ചില ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യാൻ പാടില്ലാത്ത ദിവസങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാം ലൈവ് ചാർട്ട്. നമുക്ക് ഈ ലൈവ് ചാർട്ട് കണ്ടാൽ തന്നെ മനസ്സിലാകും റീസെൻ്റ്ലിയുള്ളതാണ്. അതായത് 3-ാം തീയതി സെപ്റ്റംബർ 3-ന് ഉണ്ടായിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ എല്ലാ ട്രേഡേഴ്സും ഫസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സിലായിരിക്കും ട്രേഡ് എടുക്കുന്നത്. ഈ ഒരു ചാർട്ട് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം ട്രേഡ് എടുക്കാൻ പറ്റാത്ത ഒരു ചാർട്ടാണിത്. ഒരു ഡയറക്ഷനും കറക്റ്റ്ലി പോസിബിൾ അല്ല. ഏത് ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് അറിയാനേ ഒരു വഴിയില്ല. ആകെ ഒരു ബ്രേക്കൗട്ട് വന്നത് ഈ ഒരു ടൈമിങ്ങിലാണ്. അതായത് 12 മണിക്ക് ശേഷമാണ് ഒരു ബ്രേക്കൗട്ട് വന്നത്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരിക്കണമായിരുന്നു. ഇല്ലെങ്കിൽ ചെറിയ ട്രേഡിൽ ലോസ് അടിച്ച് പോകുമായിരുന്നു. കാരണം ഇപ്പം നിങ്ങൾ ഇവിടെ നിന്നൊരു സെൽ എൻട്രി എടുത്തിട്ട് എടുത്ത ഉടനെ തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. അതേപോലെ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രി എടുത്ത് ഇതിന് മുകളിൽ വരെ പോകും, ഇത് ബ്രേക്കൗട്ട് ആവും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ അത് തിരിച്ച് ഇതുവരെ എത്തുമ്പോൾ തന്നെ നിങ്ങളത് സെല്ല് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ടൈം ഡിക്കേയുടെ കുറേ ഇഷ്യൂവും കാര്യങ്ങളും എല്ലാം ഇതേപോലത്തുള്ള ചാർട്ടുകൾ വരും. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ എപ്പോൾ ട്രേഡ് എടുക്കണം, ട്രേഡ് എടുക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവയർനെസ്. അപ്പോൾ ഇതെല്ലാമാണ് ഞാൻ 1% കൊണ്ട് 1% ട്രേഡർ എന്നതിൽ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കൺസിസ്റ്റൻസി. എപ്പോഴും പ്രഡിക്ഷനെ കാട്ടി ഇപ്പം നമുക്ക് തെറ്റ് പറ്റാം, ശരി പറ്റാം, പക്ഷേ എപ്പോഴും കൺസിസ്റ്റൻസി കൂടുതലുള്ളവരാണ് എപ്പോഴും നല്ല സക്സസ്ഫുൾ ട്രേഡർ ആവുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും 2000 4000 ആണെന്ന് വിചാരിക്കുക. അതായത് 2000-ൽ നിങ്ങൾ എക്സിറ്റ് ആവും, 4000-ൽ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 50% വിൻ റേഷ്യോ ഉള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുമെന്ന് വിചാരിക്കുക. 50%, അതായത് 10 എണ്ണം ജയിച്ചു കഴിഞ്ഞാൽ 10 എണ്ണം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 എണ്ണം മാത്രമേ ജയിക്കത്തുള്ളൂ, 5 എണ്ണം ലോസ് ആയിരിക്കും.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലോസ് എന്ന് പറയുന്നത് 20,000 ആയിരിക്കും. നിങ്ങൾ 10 തോറ്റു കഴിഞ്ഞു, അപ്പോൾ നിങ്ങളുടെ ലോസ് 20,000 ആയിരിക്കും. പക്ഷേ 10 നിങ്ങൾ ജയിച്ചും കഴിഞ്ഞു, നിങ്ങളുടെ പ്രോഫിറ്റ് 40,000 ആണ്. അതായത് 1:2 എന്ന റേഷ്യോയിലാണ് പോകുന്നതെങ്കിൽ, നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കുറവായിട്ടുള്ള ഒരാളാണെങ്കിൽ 1:2 1:3 അങ്ങനെ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ 10 ട്രേഡ് കഴിയുമ്പോൾ, അതായത് നിങ്ങൾ ഒരു ദിവസം ഒരു ട്രേഡ് എന്ന നിലയിൽ 10 ദിവസം കഴിയുമ്പോഴത്തേനുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഒരു ദിവസം 2 ട്രേഡുള്ള രീതിയിൽ വെക്കുക. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് 2 ട്രേഡ് എടുക്കുക. രാവിലെ വരണം, ഉച്ചയ്ക്ക് ശേഷം 12:00-12:30 ശേഷം ഒരു ട്രേഡ്. ഈ 2 സമയങ്ങളിലായിരിക്കും മൂവ്മെൻ്റ് ഉള്ളത്. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ ട്രേഡ് എടുക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ട്രേഡ് എടുത്ത് 10 ദിവസം കൊണ്ട് 20 ട്രേഡ് എടുത്തു. ആ 20 ട്രേഡിൽ നിങ്ങൾക്ക് 10 നിങ്ങളുടെ ലോസായി, 10 നിങ്ങൾക്ക് പ്രോഫിറ്റായി. അപ്പോൾ അത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾ 20,000 പ്രോഫിറ്റിലാണ്. ആലോചിച്ച് നോക്കണം, നിങ്ങൾക്ക് 50% വിൻ ആക്യുറസി ഉള്ളൂ. നിങ്ങൾ 20 ട്രേഡ് എടുത്തു, അതിൽ 10 തോറ്റു, 10 ജയിച്ചു. പക്ഷെ എന്നിട്ട് നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിരിക്കുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. നിങ്ങളെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസും സ്ട്രിക്റ്റ് പ്രോഫിറ്റ് നിങ്ങൾ മാനേജ് ചെയ്തു പോയി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രോഫിറ്റിൽ നിൽക്കാൻ പറ്റിയത് ആഫ്റ്റർ എ പീരീഡ് ഓഫ് 10 days. അപ്പോൾ കൺസിസ്റ്റൻസിയാണ് എപ്പോഴും പ്രോഫിറ്റബിളായിട്ട് നിലനിൽക്കുന്നത്. നിങ്ങളുടെ പ്രഡിക്ഷൻ തെറ്റാം, ശരിയാവാം, പക്ഷേ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നും പ്രോഫിറ്റബിളായിരിക്കും. നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും ഫസ്റ്റ് നമ്മൾ റിസ്ക് മാനേജ് ചെയ്യാൻ പഠിക്കണം. എന്നതിന് ശേഷമാണ് നമ്മളൊരു ട്രേഡർ ആവുന്നത്. നമ്മൾ എപ്പോൾ നമുക്ക് ഒരു റിസ്ക്, ഓക്കെ നമ്മൾ ഇത്രയും റിസ്ക് എടുക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടണം, എനിക്ക് എൻ്റെ ക്യാപിറ്റലിൻ്റെ ഇത്രയുമേ റിസ്ക് എടുക്കാൻ പറ്റത്തുള്ളൂ, അതായത് 1% മാത്രമേ റിസ്ക് എടുക്കാവൂ എന്നാണ് ജനറൽ റൂൾ. 1% ക്യാപിറ്റൽ, മാക്സിമം 1% ഓഫ് ക്യാപിറ്റൽ റിസ്ക് എടുക്കുക, 2% പ്രോഫിറ്റബിൾ ആകുക. അങ്ങനെയാണ് ട്രേഡിങ് ചെയ്യേണ്ടത്. അങ്ങനത്തെ രീതിയിലാണ് എപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. പ്ലാൻ നോക്കിയിട്ടാണ്. നമ്മുടെ പ്ലാൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ ഇല്ലയോ, നമ്മുടെ സെറ്റപ്പിനനുസരിച്ചുള്ള ഗ്രാഫാണോ ചാർട്ടാണോ വന്നിട്ടുള്ളത് എന്ന് നോക്കുക. എന്നതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഡെയിലി റുട്ടീനാണ്. ഈ ഡെയിലി റുട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ട്രേഡിങ്ങിൽ മാത്രം ചെയ്യുന്നതല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന ഡെയിലി റുട്ടീൻ. അതായത് നിങ്ങളിപ്പോൾ അലസനായ ഒരാളാണ്, നിങ്ങൾക്ക് രാവിലെ എണീക്കാൻ താല്പര്യമില്ല, നിങ്ങൾ രാത്രി ഫുള്ളിരുന്ന് സീരീസ് കാണുന്നു, സിനിമ കാണുന്നു, രാത്രി 12 മണി 2 മണി വരെ ഇരുന്ന് ഓരോ ട്രേഡിംഗ് വീഡിയോസ് കാണുന്നു, കുറേ എഡ്യൂക്കേഷൻ വീഡിയോസ് കാണുന്നു. ഇതെല്ലാം പഠിച്ചു വെച്ചിട്ട് രാവിലെ എണീച്ചിരുന്ന് ട്രേഡ് എടുക്കാം എന്നുള്ള മൈൻഡ് സെറ്റിൽ കിടക്കുന്നു. എന്നിട്ട് രാവിലെ എണീച്ച് ഒരു 9:15 ആകുമ്പോഴത്തേന് എണീക്കുന്നു. കഴിഞ്ഞ ദിവസം ട്രേഡിങ്ങിൽ പറഞ്ഞ ആ പുള്ളിയുടെ വീഡിയോയിൽ ആ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നു, പക്ഷേ നിങ്ങൾ ലോസിലോട്ട് പോകുന്നു. അവർ പിന്നെയും വീഡിയോ ഇടുന്നു പ്രോഫിറ്റബിളായിട്ട്. ഇതായിരിക്കും നിങ്ങളുടെ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത്. ഞാനിതിങ്ങനെ അടുത്തടിച്ച് പറയാനുള്ള മെയിൻ കാരണം, ഞാൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാനും യൂട്യൂബിൽ എല്ലാവരും പ്രോഫിറ്റബിളായിട്ടുള്ള വീഡിയോയും അവരുടെ സെറ്റപ്പും എല്ലാം ഇങ്ങനെ കോപ്പി അടിച്ച് സ്വന്തമായി നോക്കിയിരുന്ന് രാവിലെ എണീച്ച് ഇതേപോലെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ രാവിലെ എണീക്കുന്നത് എന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് എണീച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡെയിലി റുട്ടീൻ ഞാൻ എന്ന് ചേഞ്ച് ചെയ്തോ അന്ന് എൻ്റെ ട്രേഡിങ്ങിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റീസെൻ്റ്ലിയാണ് അപ്പോൾ ട്രേഡിങ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിലെനിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇപ്പം തന്നെ വരുന്നുണ്ട്. അതായത് ഞാൻ ഒരു കറക്റ്റ് ടൈമിൽ കിടക്കുന്നു, രാവിലെ ഒരു 8 മണി ആ ഒരു റേഞ്ചിൽ എണീക്കുന്നു. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും ബാക്കി എന്ത് പരിപാടിയാണെങ്കിലും ഒരു ഡെയിലി റുട്ടീൻ ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ടു, പക്ഷേ എന്നാലും ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു ഡെയിലി റുട്ടീൻ ഉണ്ടാക്കണം. അതായത് രാവിലെ എണീച്ച് നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഡെയിലി ഒരേപോലെ ചെയ്യാൻ ശ്രമിക്കുക. നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. രാവിലെ എണീച്ച് ഇപ്പോൾ ഒരു 7 മണിക്ക് എണീക്കുന്നവരുണ്ടെങ്കിൽ രാവിലെ എണീച്ച് ന്യൂസൊക്കെ വായിച്ച് ആ ഒരു സെറ്റപ്പിൽ പോവുക. പിന്നെ രാവിലെ എണീച്ച് ജോലി ചെയ്യുന്നവരുണ്ട്, അപ്പോൾ അവർ ജോലി കഴിഞ്ഞിട്ട് വേറെ ഫുഡ് കഴിച്ച് ബാക്കി ട്രേഡിങ്ങിൻ്റെ പരിപാടിയിലോട്ട് വരിക. അപ്പോൾ നമ്മൾ ഡെയിലി
ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കാൻ, ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ലൈഫിൽ ഒരു ഡെയിലി റുട്ടീൻ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡർ ആകാൻ പറ്റൂ. നമ്മുടെ ഡെയിലി റുട്ടീൻ നമ്മളെങ്ങനെ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മുടെ മൈൻഡും നമ്മുടെ ട്രേഡിംഗ് കരിയറിൽ ഉണ്ടാക്കിയെടുക്കും. അത് ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ട്രേഡിംഗ് കരിയറിലും ആ ഒരു മൈൻഡ് സെറ്റ് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ആവുന്നതാണ്. അതേപോലെ തന്നെ ഈ മാർക്കറ്റിലെ ഡെയിലി റൊട്ടീൻ എന്ന് പറയുമ്പോഴത്തേനും രാവിലെ എണീച്ച് ന്യൂസൊക്കെ നോക്കുക, അതേപോലെ തന്നെ ഹയർ ടൈം ഫ്രെയിംസ് നോക്കുക. ഇന്ന് എങ്ങനെയാണ് ഹയർ ടൈം ഫ്രെയിംസിൽ ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആണോ അതോ ഒരു നെഗറ്റീവ് മൂവ്മെൻ്റ് ആണോ വരാൻ പോകുന്നതെന്ന് നോക്കുക. സപ്ലൈ ഡിമാൻഡൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. വേറെ യൂട്യൂബിലുള്ള ആൾക്കാർ പറയുന്ന സപ്ലൈയും ഡിമാൻഡും നോക്കാതിരിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എല്ലാം സെറ്റപ്പ് ചെയ്യുക. നിങ്ങൾ സ്വന്തം ആയിട്ട് തന്നെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സെറ്റപ്പ് തന്നെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. കാരണം വേറൊരാളുടെ കോപ്പി അടിച്ച് നിങ്ങൾ ഒരു കാലത്തും പ്രോഫിറ്റബിൾ ആവാൻ പോകുന്നില്ല. മേ ബി 1 or 2 ട്രേഡേഴ്സ് നിങ്ങൾ ജയിക്കുമായിരിക്കും. പക്ഷേ അതിനുശേഷം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോസിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അവർ എപ്പോഴും പ്രോഫിറ്റബിൾ ആയിരിക്കും. കാരണം അവർ ഉപയോഗിക്കുന്ന സൈക്കോളജിയും നിങ്ങൾ ഉപയോഗിക്കുന്ന സൈക്കോളജിയും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓരോ ഹ്യൂമൻ്റെ മൈൻഡ് വർക്ക് ചെയ്യുന്ന ഡിഫറെൻറ്റ് വേസിലാണ്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഒരു സെറ്റപ്പാണ്. അപ്പോൾ അവർക്കറിയാം ഇവർ ഉണ്ടാക്കുന്ന ഈ സെറ്റപ്പ് എത്രത്തോളം വർക്കാവുന്ന, എപ്പോൾ അവർക്ക് മാറ്റണം എന്ന് അവർക്കറിയാം. അവർ പറയുന്നത് ഈ സെറ്റപ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം, ഇവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കണ്ട എന്നുള്ളൊരു സെറ്റപ്പ് പറയുമായിരിക്കും. പക്ഷേ അവരുടെ മൈൻഡിലുണ്ട് എപ്പോൾ ട്രേഡ് എടുക്കണം, എപ്പോൾ ട്രേഡ് എടുക്കരുത് എന്നുള്ള ഒരു കാര്യം കൂടെ അവർക്കറിയാം. പക്ഷെ നമ്മളിത് കണ്ടിട്ട് ഓക്കെ ഇവിടെ വന്നിട്ടുണ്ട്, ഈ EMI 20 വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് പിന്നെ ലോസിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു യൂട്യൂബറും ഒരു കാര്യവും കണ്ട് നിങ്ങൾ 100% വിശ്വസിച്ച് അവരുടെ ട്രേഡിംഗ് സൈക്കോളജി ഉപയോഗിക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് തന്നെ നിങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവത്തില്ല. അതേപോലെ തന്നെ അലേർട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് നമ്മൾ പ്രീ മാർക്കറ്റ് അനലൈസ് സെറ്റ് ഉപയോഗിക്കുന്നത്. ഒരു 30 മിനിറ്റിന് മുമ്പ് തന്നെ, ഒരു 8:45 ആകുമ്പോൾ തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെ പോകും എന്നൊക്കെ ഒന്ന് ഡിസൈഡ് ചെയ്ത് വെക്കുക. നിങ്ങളൊരു പുതിയൊരു ട്രേഡർ ആവാൻ പോവുകയാണെങ്കിൽ ദയവ് ചെയ്ത് ആദ്യത്തെ 10 മിനിറ്റ് മിനിമം ഒരു 15 മിനിറ്റിലെങ്കിലും ട്രേഡ് എടുക്കാതിരിക്കുക. ആദ്യം മാർക്കറ്റ് ഒന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ട് ട്രേഡ് എടുക്കുക. നിങ്ങൾക്ക് കാണുമ്പം ചില ദിവസങ്ങൾ മാർക്കറ്റ് നല്ല രീതിയിൽ വീഴുന്ന കാണും. അപ്പോൾ അയ്യോ എൻ്റെ ട്രേഡ് മിസ്സായല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിഷമിക്കും. പക്ഷെ അങ്ങനെയൊന്നും അതിൻ്റെ ഇടയിൽ ചെന്ന് ട്രേഡ് എടുക്കാൻ നിൽക്കുക. ഇതേപോലെയൊക്കെ ഈ ഒരു ഫോളിലൊക്കെ കാണുമ്പോഴത്തേനും അയ്യോ ഞാൻ ഇവിടെ ട്രേഡ് എടുത്തിരുന്നെങ്കിലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെ ട്രേഡ് എടുക്കരുത്. ആദ്യം ഒരു 15-20 മിനിറ്റിൽ ഇത് ഫോം ആയതിന് ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് പോകുന്നതെന്നത്. ഇവിടെ ഇതിലും കണ്ടിന്യൂസ് ഫോളോ ആയിരുന്നു, പക്ഷേ ഇവിടുത്തെ കണ്ടിന്യൂസ് ഫോളോ തിരിച്ച് റിക്കവറായിട്ട് തിരിച്ച് ഫോളോ ആയിട്ട് തന്നെ വന്നു. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ റിക്കവർ ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും മാർക്കറ്റ് ഒരേപോലെ ആയിരിക്കത്തില്ല. നിങ്ങളുടെ സെറ്റപ്പ് സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇതെന്തായാലും കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ട് ചെയ്യുന്നതാണ്. ഇത് ഫസ്റ്റ് പാർട്ടായിട്ട് ഞാൻ ഇടാം.